ഹായ്. ജയിൽ ബ്രേക്ക് മൂവീസ് നമുക്ക് മറ്റ് ത്രില്ലേഴ്സിൽ നിന്നും വേറൊരു ടൈപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ത്രില്ലർ ജേണർ ആണല്ലേ. ഇന്ന് നമുക്കൊരു ജയിൽ ബ്രേക്ക് മൂവി പരിചയപ്പെടാം. ഒരു സ്പാനിഷ് മൂവി, സിനിമ ജയിൽ ബ്രേക്ക് പാക്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ്. 90കളിൽ അഗസ്ട്രോ പിനോഷയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയും നയങ്ങൾക്കുമെതിരെയും വിപ്ലവം സൃഷ്ടിച്ചതിന് നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ സാന്റിയാഗോ ജയിലിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ലിയോൺ വാർഗസും സംഘവും അവിടെ ചെന്നത് വെറുതെ ആയിരുന്നില്ല. ആദ്യം മുതലേ തന്നെ അവിടെ കിടന്ന് ജീവിതം കഴിയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വെൽ എക്സിക്യൂട്ടഡ് പ്ലാനിങ് ലിയോൺ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഐ റിപ്പീറ്റ്, ഒരു വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ. ഈ തുരങ്കം കുഴിച്ച് ജയിൽ ബ്രേക്ക് ചെയ്യുന്ന പരിപാടികൾ നമ്മൾ കുറേ ജയിൽ ബ്രേക്ക് മൂവികളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇതിന് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. മോറോവർ ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി. ചിലിയിൽ നിന്ന് പൊതുവെ ഇത്തരത്തിൽ ബിഗ് ക്യാൻവാസുകളിൽ ഒരുങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അവിടേക്കാണ് സംവിധായകൻ ഡേവിഡ് അൽബാല ഇങ്ങനെ ഒരു സിനിമയായിട്ട് എത്തുന്നത്. അതിപ്പോൾ ആക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പടത്തിലെ ക്യാരക്ടറായ ലിയോൺ പ്ലേ ചെയ്ത പോലെ ഒരു വെൽ എക്സിക്യൂട്ടഡ് ക്രാഫ്റ്റ്. അത് തന്നെയാണ് സിനിമ. സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നൈറ്റ് ഷോട്ട്സും ലോ ലൈറ്റ്സിലുള്ള ഓരോ ഷോട്ട്സൊക്കെ. ഈ ടണലിലേക്കൊക്കെ നുഴഞ്ഞിറങ്ങുന്ന സമയത്ത് സംവിധായകൻ പ്രേക്ഷകനെ കൂടെ അതിലുള്ളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ത്രില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ട്രാക്കും അത്ര നന്നായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടത് ഹോം തിയേറ്ററിലാണ്. ചില സമയത്തുള്ള ആ ഒരു സറൗണ്ടിങ് എഫക്റ്റ് ഒക്കെ അത്ര നല്ല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ടണലിൻ്റെ ദൂരവും ചലഞ്ചസും പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സംവിധായകൻ ടെക്നിക്കലി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. സ്വേച്ഛാധിപത്യത്തിനോടുള്ള ജനങ്ങളുടെയും തടവുകാരുടെയും എതിർപ്പ് സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് കൂടി സംവിധായകൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ഇവരുടെ ടീമിലുള്ള ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് അത്രയും ഡിഫറെൻ്റ് ആണ്. ഇവരുടെ എല്ലാവരുടെയും ലൈഫ് സിറ്റുവേഷൻസിലേക്ക് സിനിമ ഒരു വട്ടം ഒന്ന് ജസ്റ്റ് കാണിച്ചു പോവുകയും എന്നാൽ എല്ലാവരുടെയും പൊതുവികാരം ജയിൽ ബ്രേക്ക് എന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവരെയുള്ള മികച്ച ജയിൽ ബ്രേക്ക് സിനിമകളുടെ ലിസ്റ്റിലേക്ക് എടുത്തു വയ്ക്കാവുന്ന സിനിമയാണ് ഈ സ്പാനിഷ് മൂവി ജയിൽ ബ്രേക്ക് പാക്ട്. ഇത്തരത്തിൽ ജയിൽ ബ്രേക്ക് സിനിമകളുടെ ആരാധകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്ന സിനിമയാണിത്. നിങ്ങൾ തീർച്ചയായും ഈ സിനിമകളൊക്കെ കണ്ടു നോക്കുക.